ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ഗംഭീര തുടക്ക ദിവസം തന്നെ പൊട്ടിത്തെറികള്. അഗ്നിപരീക്ഷ ബിഗ് ബോസ് മലയാളികൾ ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നതാണ്. എന്താണ് അഗ്നിപരീക്ഷ എന്ന് ഒരുപാട് സാധാരണക്കാരോട് കൂടി തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മൾ കാത്തിരുന്നതാണ്. എങ്ങനെയായിരിക്കും അഗ്നിപരീക്ഷ? മലയാളികൾക്ക് ഇത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം ഒരു എക്സ്പീരിയൻസ്. അന്യഭാഷയിലൊക്കെ അഗ്നിപരീക്ഷ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ആകാംക്ഷപൂർവ്വമാണ് കാത്തിരുന്നത്. ഇപ്പോ അഗ്നിപരീക്ഷയിൽ 40 ചുണക്കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ കേട്ടോ. ബിഗ് ബോസ് വീട്ടില് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ബിഗ് ബോസിന്റെ റൂൾസിലുള്ളതാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ജെൻഡർ വ്യത്യാസമില്ല. പക്ഷേ എന്തോ ജഡ്ജൻ പാനലിലുള്ളവർക്കൊക്കെ കൂടുതൽ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്തു. അതൊക്കെ പോട്ടെ, തുടക്കമല്ലേ. എന്നാൽ തുടക്കം ഗംഭീരമായിരുന്നു. 40 ചുണക്കുട്ടികൾ, അതിൽ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. 20 പേരെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഇത് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോമോയിലെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിരുന്നു ആരൊക്കെയാണ് ജഡ്ജൻ പാനലിൽ ഉള്ളത് എന്നുള്ളത്. റെനീഷയാണ് ആങ്കറിങ്. റെനീഷ കുഴപ്പമില്ല, നന്നായിട്ട് വരുന്നു. ഫസ്റ്റ് ദിവസം അല്ലേ. ജഡ്ജിൻ പാനലിലുള്ള 3 പേര്, ഒന്ന് റിയാസ്, മറ്റൊന്ന് രഞ്ജിനി ഹരിദാസ്, മറ്റൊന്ന് അഖിൽ മാരാർ. ഇവർ 3 പേരും കൂടി ഇവരൊരു ടീം ഉണ്ടാക്കും. ഈ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് തന്നെ വീഡിയോയിലൂടെ സംസാരിക്കാം. അപ്പോൾ തുടക്കം ഈ 40 പേരെ കാണിച്ചു. ഈ 40 പേരെയും ആക്ടിവിറ്റി ഏരിയയിൽ, അതായത് ടാസ്ക് നടക്കുന്നിടത്ത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബിഗ് ബോസിന്റെ മ്യൂസിക് ഇട്ടിട്ടോ. അഗ്നി പരീക്ഷയിൽ ചെറിയ മ്യൂസിക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നത് നമുക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, പോകെ ശരിയാകുമായിരിക്കാം. ഈ അഗ്നി പരീക്ഷയിലുണ്ടല്ലോ 10,000-ൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് കിട്ടി. ഇതിൽ നിന്നുമാണ് 30 പേരെ ഡയറക്റ്റ് ആപ്ലിക്കേഷനിലൂടെയും ബാക്കിയുള്ള 10 പേരെയും വൈറ്റ് ഗോൾഡിന്റെയും മൈജിയുടെയും ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 40 കഥകളുമായി 40 പേര് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആക്ടിവിറ്റി ഏരിയയിലാണ് ടാസ്ക് നടക്കുന്നത്. റെനീഷ 40 പേരെയും നിർത്തി ടാസ്ക് വായിക്കുകയാണ്. മണിച്ചിത്രത്താഴ് എന്നാണ് ഈ ടാസ്കിന്റെ പേര്. മണിച്ചിത്രത്താഴിട്ട പൂട്ടിയിരിക്കുന്ന ആ ഒരു താഴ്, അതിന്റെ ഓപ്പോസിറ്റ് ലോക്കും ഉണ്ട്. 20 ക്ലൂ മാത്രമുള്ള ആ താക്കോൽ ഏതാന്ന് മനസ്സിലാക്കി ഈ താക്കോല് ഹാങ് ചെയ്തിരിക്കുന്ന ഐ ലേബൽ ഉണ്ടല്ലോ, ആ ഐ ലേബൽ മാറ്റുമ്പോൾ അതിൽ കുറച്ച് ക്ലൂ ഉണ്ടാവും. ശ്രദ്ധാപൂർവം ആ ക്ലൂ വായിച്ചതിന് ശേഷം ഓപ്പോസിറ്റുള്ള ലോക്കിൽ പോയി കീ ഓപ്പൺ ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. കേൾക്കുമ്പോഴൊക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും ഈ 40 പേരും കൂടി ഓടിച്ചെന്ന് ആ ഒരു താക്കോല് ഹാങ് ചെയ്തിരിക്കുന്ന അത് വലിച്ചു കീറ, താഴെ എടുക്കുക, ഇടി ബഹളമൊക്കെ കുത്തൊക്കെ ഉണ്ടാവുമെങ്കിലും തുടക്കമായതുകൊണ്ട് തന്നെ അതൊന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ലെങ്കിലും ഇതിൽ നിന്നും 20 പേരെ മാത്രം തിരഞ്ഞെടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇടയിലും ചതി, വഞ്ചന, വിശ്വാസവഞ്ചന ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. നേരെ ഓപ്പോസിറ്റുള്ള കീ ഓപ്പൺ ആക്കുക. ഈ ഒരു കീയും അതിന്റെ ക്ലൂവും എടുത്ത് കഷ്ടപ്പെട്ട് എല്ലാവരല്ല ഇവരെല്ലാവരും കൂടി നേരെ ഓപ്പോസിറ്റുള്ള ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പോയി. അതില് പൂജ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ആ കണ്ടസ്റ്റന്റ് ആണെങ്കിലോ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു പയ്യനാണ്. അവന്റെ പേര് പ്രണവ് എന്നാണെന്ന് തോന്നുന്നു. കണ്ടസ്റ്റൻസിന്റെ പേരൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, തുടക്കമല്ലേ. ഈ ഒരു ലോക്ക് തുറന്നാൽ മാത്രം പോരാ, അടയാളപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ വന്ന് നിൽക്കണം. ഈ 40 പേരിൽ 20 പേർക്ക് മാത്രമേ ഈ പോയിന്റിൽ വന്ന് നിൽക്കാനുള്ള സമയമുള്ളൂ. ബിഗ് ബോസിന്റെ ബസർ കേൾക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഈ 20 പേര് വന്ന് നിൽക്കണം എന്നുള്ളതാണ് ടാസ്ക്. അവരൊക്കെ സേഫാണ്. ബാക്കിയുള്ളവരുടെ കാര്യം ബിഗ് ബോസിന് അറിയാം. അതെന്തായാലും തീരുമാനമാകും. അതിന്റെ ഇടയിലാണ് ഈ പൂജയ്ക്ക് തുറക്കാൻ പറ്റുന്നില്ല. അതിപ്പോ എങ്ങനെ തുറക്കാൻ, എല്ലാവരും കൂടി ഇങ്ങനെ ലോക്കിട്ട് അത് അങ്ങോട്ട് ജാമാക്കി കളഞ്ഞു. അപ്പോഴാണ് പ്രണവാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രണവാണ്. അപ്പോൾ പ്രണവ് വന്നിട്ട് താക്കോല് തന്നോളൂ, ഞാൻ തുറക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രണവ് ഇങ്ങനെ തുറക്കാൻ തുടങ്ങി. പിന്നെയാണ് അതിലുള്ള ഒരു വഞ്ചന അല്ലെങ്കിൽ ചതി പൂജ മനസ്സിലാക്കിയത്. ടാസ്ക് ലെറ്ററിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ഹാങ് ചെയ്തിരിക്കുന്ന ഐ ലേബലില് ക്ലൂ ഉണ്ടോ നോക്കണം. ക്ലൂ ഉള്ള താക്കോലാണെങ്കിൽ മാത്രം പോയിട്ട്, അതായത് ക്ലൂ ഉള്ളതും ഉണ്ടാവും, ക്ലൂ ഇല്ലാത്ത താക്കോലും ഉണ്ടാവും. അപ്പൊ ക്ലൂ ഉള്ള താക്കോല് മാത്രം പോയി എടുത്തിട്ട് അത് ലോക്ക് ഓപ്പൺ ചെയ്യണം എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ക്ലൂ ആണെങ്കിൽ പൂജയുടെ കയ്യിലും അതിലെ താക്കോലാണെന്നുണ്ടെങ്കിൽ അത് ആ പയ്യന്റെ കയ്യിലുമാണ്. അതെന്താണ് അങ്ങനെ വന്നേ? റെനീഷ ചോദിച്ചു, ഇത് ടീം ഗെയിമൊന്നുമല്ല, ഇതെന്താണത്? ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഇതെന്താണത്? നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുകയാണോ? അപ്പോഴാണ് പൂജ പറയുന്നത്, ഇപ്പൊ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ പ്രണവ് കീ അങ്ങോട്ട് വാങ്ങിച്ചെടുത്തു. പക്ഷെ പുള്ളി പിന്നെ കൊടുത്തില്ല.
പുള്ളി പറഞ്ഞു ഇതെനിക്ക് വേണം, ഇത് ഞാനാണ് എടുക്കണേന്ന്. പൂജ പറഞ്ഞു ഞാനാണ് ക്ലൂ എടുത്തത്, അപ്പൊ എന്റെ കയ്യിലാണ് ക്ലൂ ഇരിക്കുന്നത്, ഞാനിതെന്തായാലും വിട്ടുകളയില്ല, ഇവിടം വരെ ഞാൻ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീടിനുള്ളിൽ കയറും. അങ്ങനെ വീറും വാശിയൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ കരഞ്ഞൊക്കെ പോയി. പോട്ടെ, തുടക്കല്ലേ, കരയാൻ തോന്നിയ കരയണം, അതിന് വലിയ തെറ്റൊന്നുമല്ല. പൂജ അവിടെ കരഞ്ഞു മെഴുകി. അങ്ങനെ അവസാനം പൂജ തന്നെ വിജയിച്ചതായിട്ട് റനീഷ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. പൂജ ലാസ്റ്റ് പോയി ആ 20ാമത്തെ ആളായി നിന്നു. ഈ 20 പേരെ സെലക്ട് ചെയ്തു. ഇനി 20 പേര് നേരെ പോകുന്നത് ജഡ്ജിങ് പാനലിന്റെ മുന്നിലാണ്. ആരാണ് അവിടെ? റിയാസ്, രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ. ഇവർക്ക് വേണ്ടിയിട്ടുള്ള 3 ടീമുകളെ ഈ 20 പേരിൽ നിന്നും സെലക്ട് ചെയ്യും. ഈ 20 പേരിൽ എങ്ങനെ സെലക്ട് ചെയ്യുന്നേ? പല രീതിയിലും എങ്ങനെ വേണമെങ്കിലും ഈ ജഡ്ജിങ് പാനലുള്ളവർക്ക് ഇവരെ സെലക്ട് ചെയ്യാം. നല്ല ടീമിനെ, നന്നായിട്ട് കളിക്കുന്നവരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ജഡ്ജിങ് പാനലുള്ള ഓരോരുത്തരുടെയും ഉദ്ദേശം. അല്ലാതെ വെറുതെ ഓരോരുത്തരെ കൊണ്ടുപോയി കോമണറാന്ന് പറഞ്ഞിട്ട് കൊണ്ടിരുത്തല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ഫെയിം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ പറ്റിയ വലിയൊരു ചാൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണൊക്കെ എടുത്തൊക്കെ ഒരു കോമണേഴ്സിനും കിട്ടാത്ത വലിയ ചാൻസ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കഴിവ് ഇവർ തെളിയിക്കുകയാണെങ്കിൽ ഇവർക്ക് സ്റ്റാറായി മാറി. ഇവരിൽ ഒരാളായിരിക്കും കപ്പ് ഉയർത്താൻ പോകുന്നത്. കാരണം പ്രേക്ഷകരിൽ നിന്നും നന്നായി കളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് എല്ലാവരും മാക്സിമം നോക്കുക, പ്രത്യേകിച്ച് മൈജിയൊക്കെ. അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടാണല്ലോ. അങ്ങനെ ജഡ്ജിങ് പാനലുള്ളവര് തന്റെ ടീമിനെ സെലക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും ജെൻഡർ വ്യത്യാസം ഒക്കെ നോക്കിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നമുക്ക് അറിയാലോ. ശരി, പിന്നെ അതിന്റെ ഇടയിൽ റിയാസ് ഇടക്കിടക്ക് അഖിൽമാരുടെ പൊളിറ്റിക്സും ഒക്കെ ഇട്ട് രഞ്ജിനിയും റിയാസും കൂടി അഖിലിട്ട് അങ്ങോട്ട് വാരി വിതറുന്നുണ്ട്. പക്ഷേ സത്യം പറയാലോ, ഇന്നലത്തെ ഒരു ഇത് കണ്ട ശേഷം അവിടെ ജഡ്ജാണ് ഈ ഒരു ഷോയുടെ വാല്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നല്ലൊരു കണ്ടസ്റ്റൻസിനെ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നി. തുടക്ക ദിവസമാണ്, നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു, നല്ല രീതിയിൽ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇത്രയും സമയം പോകും നമ്മൾ അറിയില്ല. അത്തരത്തിലാണ് ആ ഒരു ഷോയുടെ അഗ്നി പരീക്ഷ പോകുന്നത്. 20 പേരെയാണല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 20 പേരോ? ആ 20 പേരുടെ കാര്യത്തില് ഒരു തീരുമാനമായിട്ടില്ല. അത് തീരുമാനിക്കുന്നത് ആരാ? അത് പിന്നെ പറയും. അതിപ്പോ ഒന്നും ആയിട്ടില്ല. 20 പേര് ഡേഞ്ചറസ് സോണിലാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് ടാസ്കുകൾ വരുന്നുണ്ട്. ആ ടാസ്കുകൾ വിന്നാവുന്നതനുസരിച്ച് അവരിങ്ങനെ ഓരോ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ടീമായിട്ട് ഡിവൈഡ് ചെയ്തോ അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ആദ്യം റിയാസ് സലീമിന്റെ ടീമിൽ 6 പേരുണ്ട്. ഷിബിന, പൂജ, അഭിറാം, റഷ, അനഘ, പ്രണവ് എന്നീ 6 പേരാണ് റിയാസ് സലീമിന്റെ ടീമിലുള്ളത്. രഞ്ജിനിയുടെ ടീമില് ആര്യ, പാർവതി, അമൃത, വർഷ, അർച്ചന. അഖിൽമാരുടെ ടീമിലുള്ളത് ബിജു, എൽദോ, ഷിജിൻ, ഷാനോ, അമൽ, അഭിറാം അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് അഖിൽമാരുടെ ടീമിലുള്ളത്. ഈ ജഡ്ജസിന്റെ ഓരോരുത്തരുടെയും ടീമിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ച് അവർക്കിടയിൽ ഒരു മത്സരം നടത്താണ്. എങ്ങനെയാണ് സേഫ് ആക്കുന്നത്? ഇൻഫിനിറ്റി മാല കൊടുക്കും. ഈ ഇൻഫിനിറ്റി മാലയ്ക്ക് ഒരുപാട് പവർ ഉണ്ട്. 40 പേരായി അഗ്നിപരീക്ഷ ഷോ തുടങ്ങി. അതിൽ നിന്നും 20 പേരായിട്ട് ചുരുങ്ങി. ഈ 20 പേരിൽ നിന്നും 6 പേരായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 6 പേരിൽ നിന്നും ഈ 20 പേരും വീണ്ടും ഭാഗികമായി മാറി. അതിൽ നിന്നും 1-2 പേര് മാത്രം സേഫ് ആവുകയാണ്. ബാക്കിയുള്ളവര് ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ടാസ്കുകളൊക്കെ കൊള്ളാട്ടോ. ഇങ്ങനെ ടാസ്കിന്റെ ഐറ്റംസ് ഒക്കെ വന്നു. അതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് വീടൊക്കെ ഓർമ്മ വരും. സാധാ ഒരു ഷോ പോലെയല്ല. അഗ്നിപരീക്ഷ ഷോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട്, ആ സെൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്, റിയാസിന്റെ ടീമിലുള്ള എല്ലാവരും നിരന്ന് നിൽക്കുന്നു ടേബിളിൽ. നമ്മുടെ പെഡസ്റ്റൽ വെച്ച് ഫ്രണ്ടിൽ തന്നെ പെഡസ്റ്റൽ ഉണ്ട്. 20 ഗ്ലാസും 5 സ്കെയിലും ഉണ്ട്. ആദ്യം ഒരു ഗ്ലാസ് വെക്കുക, അതിന്റെ മുകളിലായിട്ട് സ്കെയിൽ വെക്കുക, അതിന്റെ മുകളിൽ 2 ഗ്ലാസ് വെക്കുക, അതിന്റെ മുകളിൽ ഒരു സ്കെയിൽ വെക്കുക, അതിന്റെ മുകളിൽ 3 ഗ്ലാസ് വെക്കുക. അങ്ങനെ ഒരു പിന്നെ ഓരോന്നായി വെക്കുക. ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, ബിഗ് ബോസിന്റെ ബസർ കേൾക്കുന്നവരെ അത് അവിടെ ഉണ്ടാകണം. ഇതിന്റെ ഇടയിൽ പോകും ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ ഒന്ന് കാറ്റ്, ഒരാൾ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ അതൊക്കെ താഴെ വീഴും. വീണ്ടും കെട്ടുക, വീണ്ടും താഴെ വീഴും, വീണ്ടും കെട്ടുക. എത്ര തവണ താഴെ വീണാലൊന്നും പ്രശ്നമില്ല. പക്ഷേ ബിഗ് ബോസിന്റെ ബസർ അടിക്കുമ്പോൾ അതവിടെ ഉണ്ടാവണം. അതിൽ നിന്നും വാല്യൂ ചെയ്യും. അങ്ങനെ ആദ്യം 3 പേരാണ് സേഫ് ആയിട്ട് ചെയ്തത്. ബാക്കിയുള്ളവർ ആ 3 പേര് ഔട്ടായി. ഈ 3 പേരിൽ നിന്നും ആ ചെയ്തതിന്റെ ഭംഗിയെല്ലാം വാല്യൂ ചെയ്ത് അതിൽ നിന്നും ഒരാൾക്ക് ഇൻഫിനിറ്റി മാല കൊടുക്കുകയാണ്. അവർ സേഫ് ആവുകയാണ്. റിയാസിന്റെ ടീമിൽ നിന്നും ഇൻഫിനിറ്റി മാല കിട്ടിയത് പ്രണവിനാണ്. ഈ പ്രണവ് ആരാന്ന് മനസ്സിലായല്ലോ, നമ്മുടെ പൂജയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോയ. അപ്പൊ തന്നെ മനസ്സിലാക്കണം അവന്റെ ഒരു കഴിവ്. എന്തായാലും
പുള്ളി അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അടുത്ത ഗെയിം, അടുത്തത് രഞ്ജിനിയുടെ ടീമിനെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ കുളം കര അല്ലെങ്കിൽ ഇന്ന് ഔട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കളിക്കില്ലേ, അതേപോലത്തെ ഒരു കളിയാണ്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഔട്ട് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് എന്നല്ല പറയുന്നത്. ഇന്ന് എന്ന് പറയുമ്പോൾ അഖിലെന്നും, ഔട്ട് എന്ന് പറയുമ്പോൾ റിനീഷ എന്നും, റൈറ്റ് എന്ന് പറയുമ്പോൾ രഞ്ജിനി എന്നും, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ റിയാസ് എന്നും ആണ് വരുന്നത്. ഇന്നെന്ന് പറയുന്ന പകരം അഖിൽ. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് ആദ്യ ദിവസം തന്നെ തകർത്തു എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഇതൊക്കെ തുടക്കക്കാർക്ക് ഒരുപക്ഷെ ഇതൊക്കെ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ നമ്മുടെ ഈ 40 പേരിൽ 20 പേര് സെലക്ട് ആയിരിക്കുന്നവരുണ്ടല്ലോ, ചില്ലറക്കാരൊന്നല്ല, അവര് കഴിവുള്ളവരാണ് എന്ന് കരുതി ബാക്കിയുള്ള 20 പേര് കഴിവില്ലെന്നല്ല കേട്ടോ. അവർക്ക് എന്തെങ്കിലും ചാൻസ് ബിഗ് ബോസ് കൊടുക്കാതിരിക്കില്ല നമ്മുടെ ബിഗ് ബോസിൽ. അടുത്ത ആ ഒരു ടാസ്കിൽ നിന്നും പാർവതിയാണ് ഇൻഫിനിറ്റി ചെയിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത ടാസ്ക് കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും, നിറയെ ബോൾസ് ഉണ്ടാവും, ചെറിയ ചെറിയ ബോൾസ്. ആ ബോൾസ് ഇങ്ങനെ ബൗൺസ് ചെയ്ത് ആ കപ്പിലേക്ക് ഈ ബോൾസ് വീഴ്ത്തുക, അങ്ങനെ കപ്പുകൾ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ തന്നെ ഒരു ടാസ്ക്. അതിൽ നിന്ന് ഒരാൾ വിന്നറായി. ഇങ്ങനെ 3 വിന്നേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ 3 പേര് സേഫാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്നുള്ളതും പുറത്തു പോയില്ലേ നേരത്തെ 20 പേര്, അവരുടെ കാര്യം എന്താണെന്നുള്ളതും അടുത്ത ദിവസം പറയാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. സത്യം പറഞ്ഞാൽ തുടക്കമാണ്. തുടക്കത്തിൽ ഓരോ വലിയ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, നേരെ ഒരു ടാസ്കിലേക്ക് പോവാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോമണേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഒരു ഫെയിം ഉണ്ടാക്കണം, അവരുടെ കഴിവ് അവർക്ക് ഇതുപോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമണേഴ്സ് ആയി വന്ന ഈ 10 പേരിൽ നിന്നും 10 20 പേര് നേരെ ബിഗ് ബോസ് വീടിന്റെ അകത്തേക്ക് കയറും. ഇവർക്ക് ഇത്രയും ദിവസത്തെ കളിച്ചും ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ മേഞ്ഞും ഐഡിയാസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇവരുടെ കൂടെയാണ് നമ്മുടെ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന കുറച്ച് ഫെയിമുള്ളവർ മത്സരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. പബ്ലിക് ഫെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ആരൊക്കെയാണെന്നുള്ളത് ഒരു ഫേക്ക് പ്രഡിക്ഷനായിട്ട് ഞാൻ ഈ വർഷം വന്നില്ല. ഞാൻ കുറച്ച് പേരൊക്കെ ഇന്നാൾ കയറും എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നാളുണ്ടാകുമോ ഇന്നാളുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ ഒരു ഫേക്ക് പ്രഡിക്ഷന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്തവണ ഒരു പ്രഡിക്ഷനുമായിട്ട് ഞാൻ വരാതിരുന്നത്. എന്തായാലും ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല ഷോ കാണാതെ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ മത്സരിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇനി എടുക്കണം. എന്തായാലും കോമണറായിട്ട് വന്ന ഒരുപാട് 40 പേര് നിസ്സാരക്കാരല്ല. അതിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്തു. 20 പേരും ബാക്കിയുള്ള 20 പേർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല അവർ സെലക്ട് ആവാതിരുന്നത്. അവർക്ക് ആ ഒരു സ്പീഡ്, മൈൻഡ്, ഇതെല്ലാം ഇതിനകത്ത് വേണം. ഫസ്റ്റ് ദിവസം തന്നെ പൂജയ്ക്ക് അടിപൊട്ടി ഇല്ലേ? പൂജ ഒരാളെ വിശ്വസിച്ചു. നമ്മളൊരു മത്സരത്തിന് വന്നിരിക്കുകയാണ്. അവിടെ ആരാണെങ്കിലും നമ്മളിങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ പൂജ അവിടെ തന്നെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നുള്ളത് അടിച്ചെഴുതി കൊടുക്കേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, റിയാസ് സെലക്ട് ചെയ്തിട്ടുണ്ട് പൂജനെ. പൂജ റിയാസിന്റെ ടീമിലാണ്. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എത്രത്തോളം സ്ട്രോങ് ആക്കി പൂജയെ മാറ്റൂ എന്നുള്ളത്. തുടക്കം ഗംഭീരം, കളികൾ, കള്ളക്കളികൾ, കള്ളക്കരച്ചിലുകൾ, അടി, ഇടി, പിടി എല്ലാം കഴിഞ്ഞ ഒരു അഗ്നിപരീക്ഷയുടെ ആദ്യ ദിവസം തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നത് നമുക്ക് കാത്തിരുന്നതിന് കാണാം. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്